എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസിലെ മൊഡ്യൂളിൽ തന്നെ അടുത്തൊരു മൊഡ്യൂളായ ഭക്ഷ്യ കാർഷിക വിളകളും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും എന്നുള്ള മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ നമുക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 5ാം ക്ലാസ്സിലെ 4ാം അധ്യായവും 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായവും അതുപോലെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായവും. ഈ 3 അധ്യായമാണ് SCRTയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ 5ാം ക്ലാസ്സിലെ 4ാം അധ്യായമായ വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ള ചാപ്റ്ററും അതേപോലെ 7ാം ക്ലാസ്സിലെ 1ാം അധ്യായമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അങ്ങനെ ഈ 2 വീഡിയോയോട് കൂടി വെറും ഈ മൊഡ്യൂൾ ഇവിടെ തീരും. പിന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്ത മൊഡ്യൂൾ തുടങ്ങാം. അതും സയൻസ് ബേസ് ചെയ്തുള്ള മൊഡ്യൂൾ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. SCRT 5ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ള അധ്യായം. ഇവിടെ ഒരു കുട്ടിയുടെ ഡയറിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇവിടെ ഒന്നും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പറമ്പാകെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ മഴ ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുൽച്ചെടികൾ വളർന്നു തുടങ്ങി. അച്ഛൻ തെങ്ങിൻ ചുവട്ടിൽ വെട്ടിയിട്ട ചെമ്പരത്തി കമ്പുകളിൽ തളിർ വരുന്നു. 1-2 പുൽച്ചെടികൾ പറിച്ചു നോക്കി. വേരുകളുണ്ട്. വിത്ത് മുളച്ചാണോ ഇവ ഉണ്ടാകുന്നത്? ഒന്നും കാണുന്നില്ല. വലുതാക്കി കാണിക്കുന്ന ലെൻസ് വാങ്ങാൻ അച്ഛനോട് പറയണം. ചിലയിടത്ത് പുളിങ്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ട്. വിത്തിനെ പിളർത്തിയാണ് കേമൻ്റെ വരവ്. മാത്രമല്ല വിത്തിൻ്റെ ഭാഗങ്ങളെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എൻ്റെ പറമ്പിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടന്നിരുന്നു എന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഒരു വിത്ത് മുളക്കുന്നതും അതിനനുബന്ധ കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള ഒരു കുട്ടിയുടെ ഡയറി എന്നുള്ളത് നമ്മൾ 5ാം ക്ലാസ് ലെവലിലാണല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു ഡയറിയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഓരോ വിത്തുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം മാങ്ങാണ്ടി സംസാരിക്കുന്നതാണ്. മണ്ണിൽ വീണത് അനുഗ്രഹമായി. വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. പയറ് പറയുന്നത്, മുളച്ചു പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യ വെളിച്ചമാണ്. ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. നെൽമണി പറയുന്നത്, എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളക്കാനായിട്ടില്ല. വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. അവിടെ അതൊന്നും നോക്കണ്ട. വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ? ഇനി നമുക്ക് ഓരോ ടെസ്റ്റുകൾ ചെയ്യാനാണ്. വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ, വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണോ എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾക്ക് പഠന പ്രവർത്തനമായിട്ട് കൊടുക്കുന്നതാണ്. നമുക്കപ്പോൾ ഇതൊന്നും ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വേണ്ട പോയിൻ്റ് മാത്രം എടുക്കാം. വിത്ത് മുളക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. ഇപ്പോൾ വിത്ത് മുളക്കാൻ എന്ന് പറഞ്ഞിട്ട് കോളത്തിൽ കൊടുത്തതാണ്. വിത്ത് മുളക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. വിത്ത് മുളക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വായു, ജലം, അനുകൂല താപനില എന്നിവ. വിത്ത് മുളക്കാൻ എന്തൊക്കെ വേണം? വായു, ജലം, അനുകൂല താപനില. മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശവും മണ്ണ് എന്നിവ വേണം. വിത്ത് മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശവും മണ്ണും ആവശ്യമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങളിൽ വിത്ത് മുളക്കാൻ ആവശ്യമായവ അല്ലാത്തവ എന്നിവ തരംതിരിച്ച് എഴുതാനൊക്കെയാണ്. അത് പഠന പ്രവർത്തനമാണ്. വിത്ത് മുളക്കാൻ നമ്മൾ പറഞ്ഞു വായു വേണം, വെള്ളം വേണം, അനുകൂലമായ താപനില വേണം എന്ന് പറഞ്ഞു. ഇനി വിത്ത് മുളച്ചതിന് ശേഷം വേണ്ടതാണ് സൂര്യപ്രകാശം, മണ്ണ്, വളം എന്നിവ. ജസ്റ്റ് ബേസിക് കാര്യമാണ്. 5ാം ക്ലാസ് അല്ലേ, അപ്പോൾ അങ്ങനെ അത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിൽ മഴക്കാല കൃഷിക്ക് ഞാറ് പാകി മുളപ്പിക്കാനായി കർഷകൻ ചെയ്യുന്ന രീതി നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാറ് മുളപ്പിക്കാൻ ചെയ്യുന്നൊരു ഇതാണ്. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. മുറ്റത്ത് വാഴത്തണ്ട് കൊണ്ട് ചതുരത്തിൽ തട കെട്ടുന്നു. അതിനുള്ളിൽ ഈന്തോലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട നെൽവിത്തുകൾ അതിൽ നിറക്കുന്നു.
മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്ത്യൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു. ഇതിന് മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വെക്കുന്നു. വിത്ത് മുളക്കാൻ മിതമായ ചൂട് ആവശ്യമാണ്. ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4-5 ദിവസം നനക്കണം. വിത്തുകൾ മുള വന്ന് പാകമാകുന്നു. ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ച് മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഈ നെൽവിത്ത് മുളപ്പിക്കുന്ന രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബീജാങ്കുരണം എന്നുള്ളതാണ്. എന്താണ് ബീജാങ്കുരണം? ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ബീജാങ്കുരണം അഥവാ ജെർമിനേഷൻ ഓഫ് സീഡ്സ് അഥവാ ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളക്കൽ അഥവാ ബീജാങ്കുരണം. എന്താണ് ബീജാങ്കുരണം? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളക്കൽ അഥവാ ബീജാങ്കുരണം. ഇംഗ്ലീഷിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ജെർമിനേഷൻ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ജലം ആവശ്യമാണെന്ന് പറയുന്നത്. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിച്ച് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടും. വിത്ത് കുതിർന്നുകാണ്ട് പുറന്തോട് പൊട്ടും. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്തിനുള്ളിൽ ഭ്രൂണമുണ്ട്, ആ ഭ്രൂണം ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. റാഡിക്കിൾ അഥവാ ബീജമൂലമാണ്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ബീജമൂലം. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലമാണ്. ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത്. അപ്പോൾ ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് എന്നും മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാലും ബീജമൂലം അഥവാ റാഡിക്കിൾ ആണ്. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഈ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലമ്യൂൾ. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലമ്യൂൾ. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇല നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ബീജശീർഷമാണ് കാണ്ഡമായി മാറുന്നത്. അപ്പോൾ ബീജമൂലം വേരായിട്ട് മാറും, ബീജശീർഷം കാണ്ഡമായും മാറും. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇലകൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ, വലുപ്പമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. പയർ, കടല മുതലായ വിത്തുകൾ പൊളിച്ചു നോക്കി ബീജപത്രം നിരീക്ഷിക്കുമല്ലോ എന്നുള്ളത്. നമുക്ക് നിരീക്ഷ പ്രവർത്തനം നടക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വിത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ബീജം നനഞ്ഞുകൊണ്ട് പുറന്തോട് പൊളിയും. അങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരുന്നൊരു സംഭവമാണ് ബീജമൂലം. ഉണ്ടോ? ഫസ്റ്റ് തന്നെ ഇതാണ് ബീജമൂലം. ഇതുപോലെ പഠിച്ചാൽ മതി. ബീജമൂലം. ഈ ബീജമൂലമാണ് പിന്നെ വേരായി മാറുന്നത്. അടുത്ത ഘട്ടം നോക്കൂ. ബീജമൂലം വേരായി മാറി. ഇനി ആ വിത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന മുളകളാണ് ബീജശീർഷം. വിത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന മുളയാണ് ബീജശീർഷം. ഈ ബീജശീർഷമാണ് കാണ്ഡമായിട്ട് മാറുന്നത്. ഇതിൻ്റെ കാണ്ഡമായി മാറുന്നത് ബീജശീർഷമാണ്. ബീജപത്രം എന്ന് പറഞ്ഞാൽ വിത്തിനുള്ളിലെ ആ പരിപ്പുകളാണ്. വിത്തിനുള്ളിലെ ഭാഗം മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇതാണ് ബീജപത്രം. വിത്തിനുള്ളിലെ ആ പരിപ്പുണ്ടല്ലോ, അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. ഇതാണ് ബീജപത്രം. ഈ ബീജപത്രത്തിൽ നിന്നാണ് ഇലകൾക്ക് സ്വന്തമായി ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ പാകമാകുന്നത് വരെ സസ്യങ്ങൾ, വളർന്നു വരുന്ന ചെടികൾ ഭക്ഷണം ഉപയോഗിക്കുന്നത് ഈ ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ബീജപത്രം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ ഭക്ഷണമാണ്. നമ്മളിപ്പോൾ കശുവണ്ടിയൊക്കെ മുളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ
ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അണ്ടിക്കൊക്കുറു എന്ന് പറയും, മുളച്ച് വരുന്ന ആ സാധനം ഉണ്ടാവും, അത് ഞങ്ങൾ പറിച്ച് തിന്നാറുണ്ട്. ശരിക്കും അത് ആ സസ്യത്തിന് വളർന്നു വരാൻ വേണ്ട ഭക്ഷണമാണ്. ആ ഭക്ഷണമാണ് നമ്മൾ പറിച്ച് കഴിക്കുന്നത്. കശുവണ്ടിക്ക് ഞങ്ങൾ അണ്ടിക്കൊക്കുറു എന്ന് പറയാം. കശുവണ്ടിക്ക് മുളച്ച് വരുമ്പോൾ ആ കശുവണ്ടിയുടെ ഉള്ളിലത്തെ പരിപ്പ് ഈ ബീജപത്രമായിട്ട് മുകളിൽ നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. പറയുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ബീജാങ്കുരണം എന്താണെന്ന് പഠിച്ചു. ഭ്രൂണത്തിൽ നിന്ന് തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം. പിന്നെ നമ്മൾ ബീജമൂലം, ബീജശീർഷം എന്നിവ പഠിച്ചു. അതുപോലെ ബീജപത്രം എന്താണെന്നും പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. അതാണ് ആ വളർന്നു വരുന്ന ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. പുളിങ്കുരു, കശുവണ്ടി, ചക്കക്കുരു തുടങ്ങിയ മുളച്ച് വരുന്നത് കണ്ടില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഈ പറഞ്ഞ ഭാഗങ്ങളുണ്ടാവും. ഇതിൻ്റെ പരിപ്പിൽ നിന്ന് അത് മുകളിലേക്ക് ഉയർന്നു വരും, ബീജപത്രം. പയർച്ചെടി വിത്ത് മുളച്ചുണ്ടാവുന്നത് ഞാൻ കണ്ടു. ഇനി ഇവിടെ ഒന്നുമില്ല. ഇനി കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. എന്താണ് കായിക പ്രജനനം? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒന്നുകൂടെ, എന്താണ് കായിക പ്രജനനം? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. ഇനി ഇവിടെ അപ്പൂപ്പൻ താടിയുടെ ഒരു കുട്ടി സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. എന്തിനാ അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി നടക്കുന്നത്? അത് ഈ അപ്പൂപ്പൻ താടിയുടെ വിത്ത് കാറ്റ് വഴിയാണ് അതിൻ്റെ വിത്തിൻ്റെ വിതരണം നടക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് അതാ ഒരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ ഇനി പഠിക്കാനുള്ളത് വിത്ത് വിതരണം എന്നുള്ള ഒരു കോളമുണ്ട്. വിത്ത് വിതരണം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് അഥവാ വിത്ത് വിതരണം. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. നമ്മളൊരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം നേരെ അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ്. അതുകൊണ്ട് സസ്യങ്ങൾ പല ഭാഗങ്ങളിലായി സസ്യങ്ങളുടെ വിത്ത് വിതരണം നേരെ അതിൻ്റെ ചോട്ടിൽ വീഴുന്നതിന് പകരം വിത്ത് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നത്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം മൂലമാണ്. ഒരു പ്രദേശത്ത് തന്നെ വിവിധ സസ്യങ്ങൾ കാണാൻ ഈ വിത്ത് വിതരണം മൂലമാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് വിതരണം ഒരു സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. വിത്ത് വിതരണം പല രീതിയിലും നടക്കുന്നുണ്ട്. വെള്ളത്തിലൂടെ നടക്കുന്നുണ്ട്. ചില വിത്തുകൾ വെള്ളത്തിലൂടെ വിതരണം നടത്തുന്നുണ്ട്. ചിലത് കാറ്റിലൂടെ വിതരണം നടത്തുന്നുണ്ട്. ചിലത് നമ്മൾ മനുഷ്യന്മാരറിയാതെ അങ്ങനെ വിതരണം നടത്തുന്നുണ്ട്. മനുഷ്യന്മാരെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ. ചിലത് പക്ഷികൾ മുഖാന്തരം അവർ ഒരു ഭക്ഷണമാക്കിയിട്ട് പിന്നെ അവരുടെ കാഷ്ടത്തിലൂടെ അങ്ങനെയൊക്കെ പല രീതിയിൽ വിത്ത് വിതരണം നടക്കാറുണ്ട്. വെള്ളത്തിൽ ഒഴുകിയും പൊട്ടിത്തെറിച്ചും എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ, ഈ പൊട്ടിത്തെറിച്ചും വിത്ത് വിതരണം നടക്കാറുണ്ട്. ഇനി ഇവിടെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മഹാഗണീൻ്റെ കായ പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടക്കുന്നത്. നമുക്കിവിടെ നോക്കാം. മഹാഗണീൻ്റെ കായ നമ്മുടെയൊക്കെ വീട്ടിൽ മഹാഗണിൻ്റെയും നമുക്കറിയാം, അത് പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടക്കുന്നത്. വെണ്ടയാണെങ്കിലോ വെണ്ടൻ്റെ വിത്ത് വിതരണം കാറ്റ് വഴിയാണ് നടക്കുന്നത്. അതുപോലെ തേങ്ങ എങ്ങനെയാണ്? ജലം വഴിയാണ് തെങ്ങിൻ്റെ വിത്ത് വിതരണം നടക്കുന്നത്. ജലം വഴിയാണ്. തേങ്ങ ജലത്തിലൂടെ ഒഴുകിപ്പോയി അങ്ങനെ പല സ്ഥലങ്ങളിലെത്തി അങ്ങനെ ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ഇതിന് ഉദാഹരണമാണ് തെങ്ങ്. അതേപോലെ ഈ അത്തിപ്പഴത്തിൻ്റെ
പക്ഷികളിലൂടെയാണ്. പക്ഷികൾ അത്തിപ്പഴത്തിൻ്റെ കാമ്പ് മാത്രം കഴിച്ച് അതിൻ്റെ കുരുകൾ കാഷ്ടമാക്കി വിസർജ്യം നടത്തുമ്പോൾ ആ കാഷ്ടത്തിൽ നിന്ന് അതിൻ്റെ പുതിയ തൈകൾ മുളച്ചു വരുന്നു. അതുപോലെ കാശിത്തുമ്പ നമുക്കറിയാലോ, അത് പൊട്ടിത്തെറിച്ചാണ് കാശിത്തുമ്പയുടെ പരാഗണം നടക്കുന്നത്. പരാഗണമല്ല, വിത്ത് വിതരണം. കാശിത്തുമ്പയുടെ വിത്ത് വിതരണം നടക്കുന്നതും പൊട്ടിത്തെറിച്ചാണ്. അപ്പോൾ മാഗണി, കാശിത്തുമ്പ എന്നിവ പൊട്ടിത്തെറിക്കും. വെണ്ട കാറ്റ് വഴിയാണ്. അത്തിപ്പഴമൊക്കെ പക്ഷി വഴിയാണ്. തെങ്ങിൻ്റെ വിത്ത് വിതരണം നടക്കുന്നത് ജലത്തിലൂടെയാണ്. അപ്പോൾ വെള്ളത്തിലൊഴുകും പൊട്ടിത്തെറിച്ചും എന്നുള്ളതാണ്. വിത്ത് വിതരണത്തിൻ്റെ അനുകൂലനങ്ങൾ. വിത്ത് വിതരണത്തിൻ്റെ അനുകൂലനങ്ങൾ. പക്ഷികൾ പഴങ്ങൾ കൊത്തി കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗമാണ് പക്ഷികളെയും മൃഗങ്ങളെയും ആകർഷിക്കുന്നത്. മാംസള ഭാഗങ്ങളുള്ള വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ മാമ്പഴം കഴിച്ച് മാങ്ങേണ്ടി വലിച്ചെറിയുമ്പോഴും വിത്ത് വിതരണമാണ് നടക്കുന്നത്. വിത്ത് വിതരണത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. എല്ലാ ഫലങ്ങൾക്കും മാംസളമായ ഭാഗം ഇല്ലല്ലോ. ചില വിത്തുകളുടെ വിതരണ സൂത്രങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ജന്തുക്കളുടെ ശരീരത്തിൽ പിടിക്കാനുള്ള കൊളുത്തുകൾ, പശ, കൂർത്ത അഗ്രഭാഗങ്ങൾ. അപ്പോൾ ചില വിത്ത് വിതരണങ്ങൾക്ക് എന്താണ്, ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റി പിടിക്കാനുള്ള കൊളുത്തുകൾ ഉണ്ടാവും ചില വിത്തുകൾക്ക്. ചിലത് പശയായിട്ട് ഒട്ടിപ്പിടിക്കും, ചിലത് കൂർത്ത അഗ്രഭാഗങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമായി ഇവിടെ നമ്മൾ പറമ്പിലൂടെയൊക്കെ നടന്ന നമ്മുടെ ദേഹത്തേക്ക് ഒട്ടിപ്പിടിക്കുന്ന കായകളെക്കുറിച്ചുണ്ട്. ഇത് പശുവിൻ്റെ മേത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഊരാങ്കായി എന്നൊക്കെ പറയും. അങ്ങനെ വിത്ത് വിതരണം നടത്താറുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വെള്ളത്തിലൂടെ ഒഴുകി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് എന്തെല്ലാം പ്രത്യേകത ഉണ്ടാവും? നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ തേങ്ങയൊക്കെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവും. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. അപ്പോൾ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന വിത്തുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയും ചെയ്യും. കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും അത് ചീഞ്ഞ് പോവുകയും ഇല്ല. ഈ വിത്ത് വിതരണത്തിൻ്റെ രീതി, വിത്തിനുള്ള അനുകൂലനങ്ങൾ എന്നിവ കൊടുക്കും. കാറ്റ് വഴി ആണ് അപ്പൂപ്പൻ താടി, മഹാഗണി എന്നിവയ്ക്ക്. മഹാഗണി പൊട്ടിത്തെറിക്കുകയാണ്, അതിൻ്റെ വിതരണം കാറ്റ് വഴി നടക്കും. അപ്പൂപ്പൻ താടി നമുക്കറിയാം, വിത്തിന് ഭാരം കുറവാണ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ പാറി നടന്നുകൊണ്ട് കാറ്റിൻ്റെ സഹായത്തോടെ ഇത് വിത്ത് വിതരണം നടക്കും. പിന്നെ മഹാഗണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, പൊട്ടിത്തെറിച്ചു. തെങ്ങാണെങ്കിൽ ജലം വഴി, ജന്തുക്കൾ വഴിയാണെങ്കിൽ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് എന്നിവ ജന്തുക്കൾ വഴിയാണ്. അത് ഒട്ടിപ്പിടിച്ചു കൊണ്ടാണ് പോകുന്നത്. പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് അതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണമാണ് വെണ്ടയും കാശിത്തുമ്പയും. ജന്തുക്കൾ വഴി ആൽമരവും പ്ലാവും, പേര, അസ്ത്രപുല്ല്. ജലം വഴി തെങ്ങ്. കാറ്റ് വഴിയാണെങ്കിൽ അപ്പൂപ്പൻ താടിയും മഹാഗണിയും കാറ്റ് വഴിയാണ് അതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത്. ജലം വഴിയാണെങ്കിൽ തെങ്ങ്. ജന്തുക്കൾ വഴിയാണെങ്കിൽ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപുല്ല് എന്നിവ. പൊട്ടിത്തെറിച്ചുള്ള വിത്ത് വിതരണത്തിന് ഉദാഹരണങ്ങളാണ് വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള വിത്ത് വിതരണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കടൽ കടന്നെത്തിയ അതിഥികൾ എന്നുള്ള ഒരു കോളമുണ്ട്. അതിൻ്റെ ഹെഡിങ്ങിൻ്റെതായ ഒരു കോളമുണ്ട്. ഈ കോളം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാർഷിക വിളകളും അവയുടെ ജന്മദേശങ്ങളുമാണ് ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന കാർഷിക വിളകളും അവയുടെ ജന്മദേശങ്ങളുമാണ് പ്രധാന പോയിൻ്റാണ്. കാർഷിക വിളകളായ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം ഏതാണ്? അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി എന്നീ കാർഷിക വിളകളുടെ ജന്മദേശം ഏതാണ്? അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, റബ്ബറിൻ്റെ ജന്മദേശം ചോദിച്ചിരുന്നു. ഇനി നമുക്ക് ഇതിൽ ഏതിൻ്റെ ജന്മദേശവും
ചോദിക്കാം. ഈ തേയിലയുടെ ജന്മദേശം ചോദിച്ചതാണ്, റബ്ബറിൻ്റെ ചോദിച്ചിട്ടുണ്ട്, കശുമാവിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെയും കശുമാവിൻ്റെയും ജന്മദേശം ബ്രസീലാണ്. റബ്ബർ, കശുമാവ് എന്നിവ ബ്രസീലാണ്. ക്യാബേജ് യൂറോപ്പിലാണ് ജന്മദേശം. തേയില ചൈനയിലാണ്. ബാക്കി പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, അതുപോലെ കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. പ്രധാനപ്പെട്ടൊരു കോളമാണ്, നോട്ട് ചെയ്ത് വെക്കുക. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ അമേരിക്കയാണെങ്കിൽ തേയില ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിൻ്റെ, കശുവാവിൻ്റെയും ജന്മദേശം ബ്രസീലാണ്. ഇത്രയാണ് നമുക്ക് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമാണ് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് അത് നോക്കാം. SCRT 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമായ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എത്ര ആഹ്ലാദത്തോടാണ് ഈ കുട്ടികൾ അവരുടെ പച്ചക്കറി തോട്ടം പാലിക്കുന്നത് എന്ന് നോക്കുക പറഞ്ഞാണ്ട് സ്കൂളിൽ പച്ചക്കറി തോട്ടം കൃഷി ചെയ്യുന്നതിനൊക്കെ ഉള്ള ഉദാഹരണങ്ങളാണ് അതിൻ്റെ ഫോട്ടോസ് സഹിതം കൊടുത്തിട്ടുള്ളത്. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ പരിചരണം മാത്രം പോരാ, മറ്റു ഘടകങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ വേണ്ട മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും. വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും നല്ല വിളവ് ലഭിക്കാനുള്ള മറ്റ് അനുകൂല ഘടകങ്ങളാണ്. വിത്തു ഗുണം എന്ന് പറഞ്ഞാൽ അടുത്ത ഹെഡിങ്. ഒരു സസ്യത്തിൽ നിന്ന് ധാരാളം വിത്തുകൾ ലഭിക്കുന്നുണ്ടല്ലോ. എല്ലാ വിത്തുകളും കൃഷികൾക്ക് ഉപയോഗിക്കാമോ? അടുക്കളയിൽ നിന്നും മുളച്ചു വന്ന മത്തൻ വേണ്ടത്ര കായ്ക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വിത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ചെടിയിൽ നിന്ന് വിത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതിലാണ് കായ്ഫലം കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കണം. വിത്ത് ശേഖരിക്കുന്ന സസ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എഴുതി നോക്കൂ എന്നുള്ള പഠന പ്രവർത്തനങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിത്തുകൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ആരോഗ്യമുള്ള വിത്തുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പാകി മുളപ്പിക്കൽ. വെണ്ട, പയർ തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുകൾ ഉള്ളവയിൽ നിന്ന് നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? വെണ്ട, പയർ എന്നിവയൊക്കെയാണെങ്കിൽ നമുക്ക് വിത്ത് തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ വലിയ വിത്തായതുകൊണ്ട് വിത്ത് തിരഞ്ഞെടുത്ത് തന്നെ അങ്ങനെ നോക്കിയാണ്ട് മുളപ്പിച്ചെടുക്കാം. എന്നാൽ അതിലും ചെറിയ വിത്ത് വരുന്ന തൈകളിൽ നിന്ന് എങ്ങനെയാണ്? പാകി മുളപ്പിക്കൽ രീതിയാണ്. അവ വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് പാകി മുളപ്പിക്കൽ രീതി. വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് പാകി മുളപ്പിക്കൽ രീതി. അത് അങ്ങനെ ചെയ്യുന്നതിന് ഉദാഹരണമാണ് നമ്മുടെ വഴുതന കൃഷി. പാകി മുളപ്പിക്കൽ രീതിയാണ് വഴുതന കൃഷിക്ക് അനുയോജ്യം. വെണ്ട, പയറൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്ത് കണ്ടാൽ തന്നെ നമുക്ക് നല്ല വിത്തുകൾ തിരിച്ചറിയാം. വേറൊരു രീതിയാണ് തണ്ട് മുറിച്ചു നടൽ. വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മറ്റു ഭാഗങ്ങൾ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മുമ്പ് നമ്മൾ പരിചയപ്പെട്ടല്ലോ. നമ്മൾ പറഞ്ഞു തണ്ടിൽ നിന്നും വേരിൽ നിന്നൊക്കെ മുളച്ചു വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത് ആണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. എന്നാൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ
വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ വേര്, തണ്ട്, ഇല എന്നിവ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. കായിക പ്രജനനം ഇതും. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തി എഴുതാനാണ് ഇവിടെ 2 കോളമാക്കി പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എഴുതാൻ തന്നിരിക്കുകയാണ്. നമുക്ക് മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവ തണ്ട് മുറിച്ച് നട്ടാണല്ലോ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടത് കായിക പ്രജനനമാണ്. ഇനി നമുക്ക് മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച ശേഷം നട്ടാലോ എന്നൊക്കെ പറഞ്ഞാണ്ട് പ്രവർത്തനങ്ങൾ. ഇനി പതിവെക്കൽ അഥവാ ലെയറിങ്. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പാണ് ഉത്തമം. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തിമാറ്റുക. നമ്മൾ ലെയറിങ് അഥവാ പതിവെക്കലാണ്. അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. അത് പെൻസിൽ വണ്ണമുള്ള കൊമ്പായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പായിരിക്കും ഉത്തമം. കൊമ്പിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തിമാറ്റുക. നമുക്ക് ചിത്രത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ലെയറിങ് അഥവാ പതിവെക്കലിന് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തൊലി ചെത്തിമാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം നനവോടെ വെച്ച് കെട്ടുക. നമുക്കിവിടെ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ലെയറിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ലെയറിങ് അഥവാ പതിവെക്കൽ എന്നാണ് മലയാളത്തിൽ പറയുക. അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം നനവോടെ വെച്ച് കെട്ടുക. അതിനുശേഷം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. 2 അറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുക. അതായത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഇട്ടിട്ട് ചാക്കുനൂൽ കൊണ്ട് 2 അറ്റവും കെട്ടിയിട്ട് ഈർപ്പം നിലനിർത്താൻ ഇടയ്ക്ക് നനച്ചു കൊടുക്കുക. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നതുവരെ ചട്ടിയിൽ സംരക്ഷിക്കണം. 2 മാസത്തിനകം ധാരാളം വേരുകൾ, നമ്മൾ ആ ലെയറിങ് ചെയ്ത അവിടെ ധാരാളം വേരുകൾ, പുതിയ വേരുകൾ മുളച്ചു വരും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നത് വരെ ചട്ടിയിൽ സംരക്ഷിക്കണം. ഇതുപോലെ കുറേ വേരുകൾ നമ്മൾ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ ആ പോളിത്തീൻ ഷീറ്റ് എടുത്ത് മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ കുറേ വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്നിട്ട് കൊമ്പ് മുറിച്ചിട്ട് ഒരു ചെടിച്ചട്ടിയിൽ സംരക്ഷിച്ച് നല്ല വളർച്ച കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് മണ്ണിലേക്ക് മാറ്റാം. അപ്പോൾ അതാണ് ലെയറിങ് അഥവാ പതിവെക്കൽ എന്ന് പറയുന്നത്. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവെക്കൽ ഫലപ്രദമാണ്. അപ്പോൾ പതിവെക്കൽ ഏതൊക്കെ ഇതിലാണ് ഫലപ്രദമായി നടത്താൻ കഴിയുന്നത്? പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവെക്കൽ ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവെക്കാറുണ്ട്. അപ്പോൾ പതിവെക്കാറെന്ന് നമ്മൾ പറഞ്ഞു, നമ്മളെ കട്ട് ചെയ്ത് കൊണ്ടുള്ള പതിവെക്കൽ പോളിത്തീൻ ഷീറ്റ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ട്, പിന്നെ മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ച് വെച്ചും കൊണ്ട് പതിവെക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. മണ്ണിനോട് ചേർന്ന് വളർന്നു വരുന്ന കൊമ്പുകൾ ഇതുപോലെ വളച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ടും പതിവെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വേര് വരും. പിന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് അങ്ങനെ പുതിയ സസ്യമാക്കി കുഴിച്ചിടാം. അങ്ങനെയും പതിവെക്കാറുണ്ട്. ഈ പതിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ്. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ച് ഉണ്ടാക്കുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലുപ്പവും കുറവായിരിക്കും. അപ്പോൾ വിത്ത് മുളച്ചുണ്ടാവുന്ന അത്ര വലിപ്പം ഉണ്ടാവില്ല, അത്ര ആയുർദൈർഘ്യം ഉണ്ടാവില്ല. പക്ഷേ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗമുണ്ടാകും. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. മാതൃസസ്യത്തിന് രോഗമുണ്ടെങ്കിൽ ഇതിനും രോഗമുണ്ടാകും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമ്മൾ വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ചെടികളേക്കാൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമായി വരും.
അപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് കൂടുതൽ തൈകൾ ഈ പതിവയ്ക്കൽ അഥവാ ലെയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. പക്ഷേ കൂടുതൽ പരിചരണം ആവശ്യമായി വരും. കാരണം തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. നാരുവേര് പടലം ഉണ്ടാവും, തായ്വേര് പടലം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുതൽ പരിചരണം ആവശ്യമായി വരും. അപ്പോൾ പതിവയ്ക്കലിൻ്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറഞ്ഞത്. നമുക്ക് മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാക്കുന്നതിന് ലഭിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും. മാതൃസസ്യത്തിന് രോഗമുണ്ടെങ്കിൽ ചെടി വെച്ച അത് ഈ പതിവെച്ച പുതിയ ചെടികൾക്കും രോഗം ഉണ്ടാവും. വിത്ത് മുഖേന മുളപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. മറ്റൊരു ഗുണം. ദോഷം എന്ന് പറയുന്നത് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിചരണം ആവശ്യമായി വരും. അടുത്തതാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. ഇപ്പം നമ്മൾ ലെയറിങ് അഥവാ പതിവെക്കൽ പറഞ്ഞു. അടുത്തതാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പ് ഒട്ടിക്കൽ. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണ് ഇത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ചേർത്ത് ഒട്ടിച്ചു വെച്ച് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഒട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അഥവാ ഒട്ടുകൊമ്പ് എന്നും പറയുന്നു. കൊമ്പ് ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പ് ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന രീതിയാണ്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഗ്രാഫ്റ്റിംഗ് അഥവാ ലെയറിങ് നമ്മൾ പറഞ്ഞു. ഇനി ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഇനി ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സസ്യത്തെ വേരോട് കൂടിയ ചെടിയെ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നാണ് വിളിക്കുന്നത്. സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നാണ് വിളിക്കുന്നത്. ഒട്ടിക്കുന്ന കൊമ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഒട്ടുകമ്പ് അഥവാ സയൺ. ഒട്ടുകമ്പ് അഥവാ സയൺ എന്ന് വിളിക്കും. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്താണെന്നും സയൺ അഥവാ ഒട്ടുകമ്പ് എന്നാണ്. നമുക്ക് മലയാളത്തിൽ തന്നാൽ നമുക്കറിയാം ഒട്ടുകമ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്ന കമ്പാണ് എന്ന് നമുക്കറിയാം. പക്ഷേ സയൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് സയൺ അഥവാ ഒട്ടുകമ്പ്, അതേപോലെ സ്റ്റോക്ക്. സയണ് സ്റ്റോക്ക് എന്ന് നമ്മൾ പഠിച്ചാൽ മതി. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വേരോട് കൂടിയ സസ്യങ്ങളുടെ തണ്ടാണ്. വേരോട് കൂടിയ തണ്ടാണ്. വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സയൺ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം, ഒട്ടിക്കുന്ന ആ കൊമ്പിനെയാണ് സയൺ എന്ന് പറയുന്നത്. നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മാൽഗോവ തുടങ്ങിയ മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മാൽഗോവയുടെ കൊമ്പ് സയണും ആണ്. അപ്പോൾ നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മാൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ നാടൻ മാവാണ് ഇവിടെ നമുക്ക് എന്തായി വരുന്നത്? സ്റ്റോക്കായി വരുന്നത്. സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡമായി വരുന്നത്. ഒട്ടിക്കുന്നത് നമ്മൾ മാൽഗോവ, നീലം എന്നിവയുടെയൊക്കെ, നീലം മാങ്ങ എന്നിവയുടെയൊക്കെ കൊമ്പുകളാണ്. അപ്പോൾ അതാണ് സയന് അഥവാ ഒട്ടുകമ്പായിട്ട് വരുന്നത്. ഇനി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ സയണ്, സ്റ്റോക്ക്. സയണിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. സയണിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്തു നിന്ന് തൊലി ചെത്തി നീക്കുക. അടുത്ത ഘട്ടം ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. സയണിലും സ്റ്റോക്കിലും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂൽ കൊണ്ട് വരിഞ്ഞ് കെട്ടുക. ഇതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ കെട്ടാനാണ്, അടുപ്പിച്ച് വെച്ചുകൊണ്ട് ആ വരഞ്ഞ ഭാഗം കെട്ടാനാണ് പറയുന്നത്. അതിനുശേഷം മെഴുകു തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയണും പകുതി മുറിക്കുക. നമുക്ക് 1 മാസത്തിന് ശേഷം ഇതുപോലെ കെട്ടി വെച്ച് 1 മാസത്തിന് ശേഷം സ്റ്റോക്കിന് താഴെ എന്ത് ചെയ്യണം? കെട്ടിന് മുകളിൽ സ്റ്റോക്കും ചിത്രത്തിൽ കാണുന്നത് പോലെ
കെട്ടിന് താഴെ സായണും മുറിക്കുക. കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സായണും മുറിക്കുക. അങ്ങനെ മുറിച്ചാൽ ഇതുപോലെ കിട്ടും. ഒരു മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ച് മാറ്റുക. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കെട്ടുകൾ അയച്ച് അവിടെയൊക്കെ പൂർണ്ണമായും മുറിച്ച് മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ച് മാറ്റണം. അപ്പോൾ നന്നായി വളരുമ്പോൾ അവയിൽ നന്നായി വളർന്ന് എന്ത് ചെയ്യണം, നന്നായി വളരുന്ന സ്ഥലത്ത് നോക്കിയങ്ങാണ്ട് പൂർണ്ണമായും മുറിച്ച് മാറ്റി നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ കുഴിച്ചിടണം. കുഴിച്ചിട്ടതിന് ശേഷം സ്റ്റോക്കിൽ നിന്ന് വല്ല കൊമ്പുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചെടി വേരോട് കൂടിയ കാണ്ടമുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത്, അതിൽ നിന്ന് വല്ല കൊമ്പുകൾ മുറിച്ച് വരുന്നുണ്ട്, മുളച്ച് വരികയാണെങ്കിൽ അതപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് വിജയകരമാവില്ല. കാരണം അതിൽ നിന്ന് കൊമ്പ് മുളച്ചെന്നാൽ അതിൻ്റെ ഗുണമേ കാണിക്കുള്ളൂ. നമുക്ക് വേണ്ടത് സയണിൻ്റെ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് വേണ്ടത്. അതുകൊണ്ട് സയണിന് വന്നാൽ കുഴപ്പമില്ല, സ്റ്റോക്കിൽ നിന്ന് വരുന്ന കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം. നമ്മളപ്പോൾ പതിവെക്കൽ അഥവാ പതിവെക്കൽ അഥവാ ലെയറിങ് പറഞ്ഞു. ഇനി ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു. കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു. പതിവെക്കൽ അഥവാ ലെയറിങ് പറഞ്ഞു. അടുത്തതാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ്. മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ്. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. നമ്മൾ കൊമ്പ് ഒട്ടിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു. മുകുളം ഒട്ടിക്കലാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് ആകുമ്പോൾ നമ്മൾ കൊമ്പിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്താണ് ഒട്ടിക്കുന്നത്? മുകുളമാണ് ഒട്ടിക്കുന്നത്. അതാണ് ബഡ്ഡിങ്. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതി ഉപയോഗിക്കാം. നാടൻ ഇനങ്ങളിൽ മറ്റു ഇനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. മുകുളം ഒട്ടിക്കൽ എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ആ മുകുളം ഒട്ടിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ആ ചെടിയിൽ ടി ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വെക്കുക. നമ്മളിപ്പോൾ നല്ലൊരു ഇതിൽ നിന്ന് എടുത്ത് ഇതുപോലെ ടി ആകൃതിയിൽ തൊലി ചെത്തി ഇടർത്തി നിർത്തുക. ടി ആകൃതിയുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരികെ വെക്കുക. മുകുളം പുറത്തു കാണത്തക്ക വിധം പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. അപ്പോൾ നല്ല ഇനം ചെടികളിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. ആദ്യഘട്ടം മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ ടി ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വെക്കുക. ടി ആകൃതിയുള്ള മുറിവിൽ തൊലിയിൽ മുകുളം തിരികെ വെക്കുക. മുകുളം പുറത്തു കാണത്തക്ക വിധം പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാം. നമുക്കിവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ടി ആകൃതിയിൽ കാട്ടാനും സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിത്രങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ഇനി ബെഡ് തൈയും സാധാരണ തൈയും ബെഡ് തൈയും തമ്മിലുള്ള വിളയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാ തൈയാണെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കും. ബെഡ് തൈയാകുമ്പോൾ കുറച്ച് കാലമേ നിലനിൽക്കുകയുള്ളൂ. സാധാ തൈയാകുമ്പോൾ ഉൽപ്പാദനം കുറവായിരിക്കും. ബെഡ് തൈയാകുമ്പോൾ ഉൽപ്പാദനം കൂടുതലായിരിക്കും. പിന്നെ സാധാ തൈ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ബെഡ് തൈ നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരില്ല. പ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും സാധാ തൈയിന്. ബെഡ് തൈയിനാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. പിന്നെ സാധാ തൈയിനാണെങ്കിൽ കുറച്ച് പരിചരണം മതി. ബെഡ് തൈയിനാകുമ്പോൾ കൂടുതൽ പരിചരണം വേണം. നന്നായി പരിചരിച്ചാൽ മാത്രമേ ബെഡ് തൈകൾ നമുക്ക് പെട്ടെന്ന് വളരുകയുള്ളൂ. പെട്ടെന്നല്ല, സാവധാനമേ വളരുള്ളൂ. പക്ഷേ നല്ല പരിചരണം ആവശ്യമാണ്. അപ്പോൾ ബെഡ് തൈകളും സാധാ തൈകളും തമ്മിലുള്ള വ്യത്യാസമാണ്. സാധാ തൈ കൂടുതൽ കാലം നിലനിൽക്കും. ബെഡ് തൈ കുറച്ച് കാലം നിലനിൽക്കും. സാധാ തൈയിൽ ഉൽപ്പാദനം കുറവാണെങ്കിൽ ബെഡ് തൈയിൽ ഉൽപ്പാദനം കൂടുതലായിരിക്കും. സാധാ തൈ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ബെഡ് തൈ പെട്ടെന്ന് വളരില്ല. സാധാ തൈയിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. എന്നാൽ ബെഡ് തൈയിന് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. സാധാ തൈയിന് വളരെ കുറച്ച് പരിചരണം മതി. ബെഡ് തൈയിനാണെങ്കിൽ കൂടുതൽ പരിചരണം ആവശ്യമാണ്. അടുത്തതാണ് ഗുണങ്ങൾ ചേർന്നാൽ മിക്സ് ചെയ്യുന്ന സങ്കര ഇനം
വിത്തുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഗുണങ്ങൾ ചേർന്നാൽ ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതികളാണല്ലോ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. മികച്ച വിത്തുൽപാദനം ഇതുപോലെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതാണ്? സങ്കര ഇനം ഉൽപാദന രീതിയാണ്. സങ്കര ഇനം വിത്തുൽപാദനം ഉണ്ടാക്കുന്ന രീതിയാണ് ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി വ്യത്യസ്ത വിത്തുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് സങ്കരയിനം വിത്ത് അഥവാ മിക്സഡ് വിത്തുകൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വർഗസങ്കരണം എന്നാണ് ഇതിന് പറയാം. വർഗസങ്കരണം. വർഗസങ്കരണം എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷമുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. നമ്മളെ ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പോൾ ഇങ്ങനെയുള്ള വർഗസങ്കരണം നടത്തുമ്പോൾ വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്ര ഗുണങ്ങളും ഉള്ളവയുണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും മികച്ച വിത്തുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് തെങ്ങിൻ്റെ ഇതാണ്. ഇത് രണ്ട് തെങ്ങുകളെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. വെസ്റ്റ് കോസ്റ്റ് ടോള് അതേപോലെ ചാവക്കാട് ഓറഞ്ച്. വെസ്റ്റ് കോസ്റ്റ് ടോള് ചാവക്കാട് ഓറഞ്ച് തെങ്ങിൻ്റെ രണ്ട് വ്യത്യസ്ത ഇനങ്ങളാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഒക്കെ കുറിച്ചുള്ള വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.